കേരളത്തിൽ മുജാഹിദുകളുണ്ട്, ഇവിടെ ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നത്? മുസ്തഖീമായ മാർഗം, ചൊവ്വായ മാർഗം, അതിലേക്ക് ഞങ്ങളെ കൂട്ടിത്തരണമെന്ന് എല്ലാവരും ദ്വാരക്കുന്നുണ്ട് നിസ്കാരത്തിൽ. ജമാഅത്തുകാരും അതേപോലെ മുജാഹിദും, ഇനി വേറെ വല്ലതുണ്ടെങ്കിൽ അതും. തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമിയേക്കാളും അതേപോലെ വഹാബിസത്തെക്കാളും വൃത്തികെട്ട സാധനമാണ് തബ്ലീഗ് ജമാഅത്ത്. താടിയും കുപ്പായൊന്നും കണ്ടിട്ട് വഞ്ചിതരായി പോകണ്ട. അത് അതിലേറെ വൃത്തികെട്ട സാധനമാണ് തബ്ലീഗ് ജമാഅത്ത്. അള്ളാഹുവിന്റെ റസൂലിനെ നിസ്കരിക്കുന്ന സമയത്ത്, അത്തഹിയ്യാത്തോതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്ന സമയത്ത് ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിൽ ഹാദറാക്കണമെന്നാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ റസൂലുള്ളാഹിനെ മനസ്സിൽ ഹാദറാക്കണം. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ വളർത്തുന്ന കഴുതയെയോ അല്ലെങ്കിൽ പശുവിനെയോ കാളയെയോ മനസ്സിൽ കൊണ്ടുവന്നാലും റസൂലുള്ളാഹിന്റെ പേര് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞോലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ. വഹാബിസത്തേക്കാൾ വൃത്തികെട്ട സാധന. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ? ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് ചേർത്തി തരണം എന്നാ. ആര്? ഫാത്തിഹ സൂറത്തിൽ അല്ലെ? നിസ്കരിക്കുമ്പോ ഇവരൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയണത്? എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കണത് അതാ. പക്ഷെ ഇവരുടെ വിശ്വാസം എന്താ? തബ്ലീഗ് ജമാഅത്തിന്റെ ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ടാണെങ്കിലും പറഞ്ഞല്ലോ. ഇനി മുജാഹിദിന്റെ സ്ഥിതി എന്താ? മുജാഹിദുകൾ പഴയകാലം മുതലേ പറയണത് അള്ളാന്റെ റസൂല് ദോഷം ചെയ്യുന്ന. അള്ളാന്റെ റസൂല് ദോഷം ചെയ്താൽ പിന്നെ ശരീഅത്തിന്റെ ഭാഗാവൂലേ? ഈ സുന്നത്ത് പറഞ്ഞാൽ എന്താ? നബി ചര്യ എന്ന് പറഞ്ഞാൽ എന്താ? അഖ്വാലുഹു വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ വാക്ക്, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി, റസൂലുള്ളാഹിന്റെ മൗനാനുവാദങ്ങൾ, ഇതല്ലേ സുന്നത്ത്. അപ്പൊ ഈ കളവ് റസൂലുള്ള പറയാ, അല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്യാൻ അഊദുബില്ല, ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥം ശരീഅത്തിന്റെ ഭാഗമായിട്ട് ആ ദോഷം വരില്ലേ? ആ കളവ് ശരീഅത്തിന്റെ ഭാഗമായിട്ട് വരില്ലേ? ആ തെറ്റായ ഒരു പ്രവർത്തനം അത് സുന്നത്തിന്റെ ഭാഗമായിട്ട് വരില്ലേ? അങ്ങനെ മുസ്ലിമീങ്ങളുടെ ശരീഅത്തിന്റെ ഭാഗമായിട്ട് അത് വരില്ലേ? അപ്പൊ ആ പറയുന്നത് തന്നെ മഹാമണ്ടത്തരമാണ്. പക്ഷെ ഉമർ മൗലവി പറഞ്ഞ എന്താ പറയുക? ഒരു കുറഞ്ഞ ഒരു ദിവസം പിന്നെ ഒരു 100 തെറ്റെങ്കിലും ചെയ്യുന്നുണ്ട്. 100 തെറ്റെങ്കിലും റസൂൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നേരം എടുത്തിട്ട് ഇപ്പൊ ഇത്രയും സമയമായിട്ട് എണ്ണി നോക്കിയപ്പോ 100 തെറ്റ് ചെയ്തിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. 100 തെറ്റൊക്കെ ചെയ്യണമെങ്കിൽ കൽപ്പിച്ചുകൂടി ചെയ്യുന്ന വേണ്ട ഒരു ദിവസം. അപ്പൊ 100 തെറ്റുകൾ പിന്നെ റസൂൽ ചെയ്യും. അതെന്താ പറയണേ? അതെന്താ പറയാൻ കാരണം? ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം പറയാറുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണമെങ്കിൽ 100 വട്ടം തെറ്റും ചെയ്യേണ്ടതാണ് ഉമർ മൗലവിന്റെ കണ്ടുപിടുത്തം. ഇങ്ങനെ കുറെ വിഡ്ഢികൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ സർവ്വ അദാബുകൾ ഇറങ്ങാനുള്ള കാരണം. അപ്പൊ റസൂലുള്ള തെറ്റ് ചെയ്തുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ കാരണം. നമ്മളിപ്പോ ഈ കക്കൂസ് എന്ന് വന്നാലേ, കക്കൂസിന്ന് ബാത്റൂമിന്ന് ടോയ്ലറ്റ് എന്നൊക്കെ വന്നാല് അവിടെ പറയാൻ വേണ്ടി ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ദിക്ർ? ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഗുഫ്റാനക്, പടച്ചവനെ എന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ അവിടെ ചെന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, അതേപോലെ മറക്കിരുന്നിട്ടുണ്ട്, ഇതൊക്കെ വലിയ സബോയിൽ മൂപ്പിക്കാത്തിൽപ്പെട്ട വലിയ കുറ്റാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം അതിന്റെ അർത്ഥം. കക്കൂസ് എന്ന് വന്നാള് ഗുഫ്റാനക്കാന്ന് പറഞ്ഞാൽ പുറത്തു തരണമെന്ന് പറഞ്ഞാൽ കക്കൂസിൽ ചെയ്ത പ്രവൃത്തിയൊക്കെ വലിയ കുറ്റാണ്, ദോഷാണ്, അതുകൊണ്ട് അത് പുറത്തു തരണേന്നാ? അങ്ങനെയൊന്നുമല്ല. അത് സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഒരാൾ മുജാഹിദാകുക. അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഒരാൾ ജമാഅത്താകുക. അതിരിക്കട്ടെ, അത് പരത്തി പറയുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ ചുരുക്കി പറയാം. ഈ മുജാഹിദുകൾ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ് പച്ച മലയാളത്തിൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓല് പറഞ്ഞ വാക്ക് പറയാം. ഓല് മുജാഹിദ് പറഞ്ഞ വാക്ക് ഞാൻ പറയാൻ പോണത്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും സാധാരണ മനുഷ്യരെ പോലെയുള്ള കാഴ്ചയും മാത്രമേ മുഹമ്മദ് നബിക്കുണ്ടായിരുന്നുള്ളൂ. സാധാരണ മനുഷ്യരായിരുന്നു റസൂലുള്ളാഹ്, സാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. എന്നും അങ്ങനെ തന്നെ, അന്നും ഇന്നും അങ്ങനെ തന്നെ. മുജാഹിദിന്റെ വിശ്വാസം റസൂൽ സാധാരണക്കാരനാണതാ. അതുകൊണ്ടാണ് ഒരു അപകടങ്ങൾ ഒരുപാടുണ്ട്. അത് കുറെ പറയണം, അത് അങ്ങോട്ട് പോകുന്നില്ല. സാധാരണ മനുഷ്യനാണ് റസൂൽ എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ പൊളിഞ്ഞ്, അവന്റെ ഈമാൻ പൊളിഞ്ഞ്. അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണ് പറഞ്ഞാൽ ഈമാൻ പൊളിഞ്ഞില്ലേ? അള്ളാഹുന്റെ റസൂല് ദോഷിയെ ആണ്, ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈമാൻ പൊളിഞ്ഞില്ലേ? ഓമിന്റെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് മുജാഹിദിന്റെ വിശ്വാസം.
സ്വഹാബത്തിന്റെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവര് വിശ്വസിക്കണം എന്താ? റസൂൽ സാധാരണ മനുഷ്യനാണ്, റസൂൽ ദോഷം ചെയ്യുന്ന ആളാണ്. അവിടുത്തെ വിയർപ്പിന് പ്രത്യേകതയില്ല, മുടിനാരുകൾക്ക് പ്രത്യേകതയില്ല, ഉമനീരിന് പ്രത്യേകതയില്ല, നഖച്ചീളുകൾക്ക് പ്രത്യേകതയില്ല, ശരീരത്തിനും മറ്റൊന്നും ഒരു പ്രത്യേകതയില്ല. സാധാരണ മനുഷ്യനാ. ഇനി വേറൊരു കൂട്ടരുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതാണ് ഇതിലേറെ രസം. പ്രബോധനം വാരികയിൽ ജമാഅത്തുകാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറയേണ്ട ഒരു 4-5 വരികളേ ഉള്ളൂ. 5 വരികളെ കൊണ്ട് ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. മുഹമ്മദ് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ചു, മക്കയിൽ ജനിച്ചു. സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചു, സാധാരണ മനുഷ്യരെ പോലെ വളർന്നു. എല്ലാ പ്രവാചകന്മാർക്കും പ്രവാചകത്വം ലഭിച്ചതുപോലെ 40 കൊല്ലം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. മദീനയിലേക്ക് പോയി. മദീനയിൽ വെച്ച് അവധി എത്തിയപ്പോൾ മരിച്ചുപോയി. ഇതാണ് ആര് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാ. ഈ പറഞ്ഞതൊക്കെ പൊള്ളാട്ടോ. ഈ പറഞ്ഞത് മൊത്തം പൊള്ള. സാധാരണ മനുഷ്യൻ വർത്താനം പറയുമ്പോൾ 1-2 പൊള്ളൊക്കെ പറയും. പക്ഷെ ഇത് മൊത്തം പൊള്ള. ഈ സെന്റൻസ് തന്നെ പൊള്ള. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി സാധാരണ മനുഷ്യന് ജനിക്കുന്നത് പോലെ ജനിച്ചു. നുണ. സാധാരണ കുട്ടികൾ വളരുന്നത് പോലെ വളർന്നു. രണ്ടാമത്തെ നുണ. സാധാരണ പ്രവാചകന്മാർക്കൊക്കെ നുബുവത്ത് കിട്ടിയത് പോലെ റസൂലുള്ളാഹിക്കും കിട്ടി. മൂന്നാമത്തെ നുണ. മദീനയിൽ വെച്ച് സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ അവധി എത്തിയപ്പോൾ മരിച്ചുപോയി. 4ാമത്തെ നുണ. 4 നുണ. 4 പൊള്ള. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരാണ് റസൂലുള്ളാഹ്, സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചവരും മരിച്ചവരുമാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി. അതേ സമയത്ത് അഹ്ലുസുന്നത്ത് പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നത് സ്വഹാബത്ത് എങ്ങനെ പറഞ്ഞോ അങ്ങനെ. സ്വഹാബത്ത് എന്ത് ആണോ റസൂലുള്ളാഹിനെ പറ്റി വിശ്വസിച്ചത് അതേപോലെ അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസ്മാ ബീവിന്റെ ആ ബക്കറ്റ് ഉണ്ടല്ലോ, അസ്മാ ബീവിന്റെ ജുബ്ബ മുഖ്യ ബക്കറ്റ്, ആ ബക്കറ്റ് അവിടെ മർക്കസിൽ, മുടി മുഖ്യ ബക്കറ്റ്, ഷാർ മുബാറക്ക് മുഖ്യ ബക്കറ്റ്, അവിടെ ജുബ്ബയാണ് മുക്കിയതെങ്കിൽ ഇവിടെ ഇതാ റസൂലുള്ളാഹിന്റെ ഷാർ മുബാറക്ക് മുക്കുന്നു. അവിടെ ആ വെള്ളത്തിന് വേണ്ടിയാണ് ആൾക്കാർ ക്യൂ നിന്നതെങ്കിൽ, വരിയുന്നതെങ്കിൽ ഇവിടെ ആ മുസ്ലിമീങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. അതൊരു പാരമ്പര്യമാണ്, അതൊരു പൈതൃകമാണ്, അത് അഹ്ലുസുന്നത്തിന്റെ താവഴിയാണ്. അതാണ് കളങ്കമില്ലാത്ത വിശ്വാസം. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാം. ആ വിശ്വാസത്തിൽ ഞങ്ങളെ ചേർത്തി തരണമെന്നാണ് മുസ്ലിമീങ്ങൾ ദ്വാരക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കന്മാരുടെ മാർഗം, നമ്മൾ പഠിക്കുന്നത് എവിടുന്നാ? അത് സ്വഹാബത്തിൽ നിന്നാണ്. ആ സ്വഹാബത്ത് എങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ദോഷം ചെയ്യൂ എന്ന് വിശ്വസിക്കാൻ പാടില്ല. റസൂൽ സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ മലയാളത്തിൽ എല്ലാവരെ കുറിച്ചും പറയണ പോലെ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. വഹാബിയുടെ പ്രസിദ്ധീകരണങ്ങൾ മറിച്ച് നോക്കാണ്, ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണം വായിച്ചു നോക്കാം. ഏത് പ്രസിദ്ധീകരണത്തിലും അദ്ദേഹം അദ്ദേഹം എന്ന പ്രയോഗം കാണാം. റസൂലുള്ളാഹിനെ കുറിച്ച് അദ്ദേഹം എന്ന പ്രയോഗം മലയാളത്തില് ശരിയായിരിക്കാം, പക്ഷേ നമുക്കിടയിൽ നമ്മെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാചകങ്ങളൊന്നും അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയാൻ പാടില്ല. മുഹമ്മദ് എന്ന പേര് റസൂലുള്ള കൂട്ടാതെ അല്ലെങ്കിൽ നബിയുള്ള കൂട്ടാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ റസൂലിനെ ബഹുമാനിച്ചാണ് സംബോധന ചെയ്തത്. ആ ബഹുമാനം നമുക്കുണ്ടായിരിക്കണം. അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതേപോലെ മുജാഹിദ്. സർവ വിധേയകളും, ഒന്ന് മാത്രമല്ല എല്ലാ വിധേയങ്ങളും അങ്ങനെയാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ മാർഗം നോക്ക്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം. 2 പ്രത്യേകതയാണ് മുസ്തഖിമായ മാർഗത്തിനുള്ളത്. ചൊവ്വായ മാർഗത്തെ തിരിച്ചറിയാൻ 2 അടയാളം. ഒന്ന്, അത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. രണ്ടാമത്തത്, അത് അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അള്ളാഹു ഒരിക്കലും ദേഷ്യം വെച്ചിട്ടില്ലാത്ത, അള്ളാഹു ഒരിക്കലും വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത, അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ മാർഗം, അതാണ് ചൊവ്വായ മാർഗം. അപ്പോൾ ഒന്ന് അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ മാർഗം, അതായത് അമ്പിയാക്കള്, ഔലിയാക്കള്,
ശുഹദാക്കൾ. അമ്പിയാക്കന്മാരുടെ പിന്തുണ മുജാഹിദിനില്ല. ഔലിയാക്കന്മാരുടെ പിന്തുണ മുജാഹിദിന് ഏതായാലും ഇല്ലല്ലോ. ശുഹദാക്കന്മാരുടെ പിന്തുണല്ല. അമ്പിയാക്കന്മാരും ശുഹദാക്കളും ഔലിയാക്കളും എന്നൊക്കെ കേട്ടാൽ ഒരു തരം അലർജിയാണ് ആർക്ക്? മുജാഹിദിനായാലും ജമാഅത്തിനായാലും. എന്നാ നമ്മക്കോ സുന്നികൾക്കോ മുസ്ലിമീങ്ങൾക്കോ അമ്പിയാക്കള് ഔലിയാക്കൾ എന്ന് കേട്ടാൽ വല്ലാത്ത ബഹുമാനവും സ്നേഹമാണ്. അതന്നെയാണ് ഇതിന്റെ അടയാളം. പണ്ട് AP ഉസ്താദ് ഒരു കഥ പറയലുണ്ട്. സുൽത്താനുൽ ഉലമ മർക്കസിൽ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോ അവിടെ കുറ്റിച്ചിറയിൽ ഒരു വാദപ്രതിവാദം നടക്കാം. കുറ്റിച്ചിറയിലെ പഴയ കാലത്ത് വാദപ്രതിവാദം നടക്കാം. അപ്പൊ 2 സ്റ്റേജ് ഉണ്ട്. ആ 2 സ്റ്റേജിൽ ഒരു ഭാഗത്ത് ഉള്ള സ്റ്റേജില് മുസ്ലിമീ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവരിങ്ങനെ നിരന്നിരിക്കുകയാണ്. പഴയകാല ആലിമീങ്ങൾ, സമസ്തയുടെ ആലിമീങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുക. അപ്പുറത്തെ സ്റ്റേജിൽ കുറെ മൗലവിമാരിങ്ങനെ ഈ തീപ്പെട്ടിന് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തീപ്പെട്ടി അറിയില്ലേ? ആ തീപ്പെട്ടി നമ്മൾ പെട്ടിന് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുറെ പിന്നെ തലയിൽ തൊപ്പിയോ തലയിക്കട്ടോ അല്ലെങ്കിൽ ഈമാനിന്റെ അടയാളോ ഒന്നുമില്ലാതെ കുറെ ആൾക്കാർ ഇങ്ങനെ മൗലവിമാര് ഈ സ്റ്റേജിൽ. അപ്പോഴാണ് നമ്മളെ രാമൻകുട്ടിയില വന്നത്. കുറ്റിച്ചിറക്കാരൻ രാമൻകുട്ടി ഉണ്ട്. രാമൻകുട്ടിയിൽ ഇങ്ങനെ വരികയാണ്, പരിപാടി നടക്കാൻ പോവാ. അപ്പോ രാമൻകുട്ടിന് ഈ ഇതൊന്നും തിരിയാതെ, ഇതെന്താണ് മനസ്സിലാകാതെ ഒരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് സംഭവം? അപ്പൊ സാധാരണ വായനൊക്കെ ഒരു സ്റ്റേജ് ഉണ്ടാകുക. ഇത് ഈ 2 സ്റ്റേജ് കണ്ടപ്പോഴാണ് മൂപ്പർക്ക് സംശയം, ഇതെന്താണ് സാധനം. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, ഈ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഏതാണ് ശരിയായ വഴി, ഏതാണ് ഹക്കായ ദീന്, സത്യസന്ധമായ മതം ഏതാണ് എന്ന വിഷയത്തിൽ ഒരു വാദപ്രതിവാദം നടക്കാൻ പോവാണ്. അതിന്റെ സ്റ്റേജിൽ 2 കൂട്ടരും വന്നതാണ്, ഇത് തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ രാമൻകുട്ടി 2 സ്റ്റേജിൽ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതിനിപ്പോ വാദപ്രതിവാദം നടക്കണോ? ആ 2 സ്റ്റേജിൽ കൂടെ നോക്കിയാൽ മനസ്സിലാവൂലേ ഏതാണ് സത്യം, ഏതാണ് പിന്നെ സത്യമല്ലാത്തത് എന്നൊക്കെ ആ സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവൂലേ എന്ന് ചോദിച്ച കഥ പറയാറുണ്ട് സുൽത്താനുൽ ഉലമ ഞങ്ങൾക്ക് ദർസ് നടത്തുന്ന സമയത്ത്. സംഭവം ശരിയാ. അമ്പിയാക്കള് ഔലിയാക്കള് പറഞ്ഞാൽ ഓടിക്കൂടുന്നോലാരാ? അമ്പിയാക്കള് ഔലിയാക്കള് ശുഹദാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നോലാരാ? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ടിക്കൂടുന്നോലാരാ? അതാ മുസ്ലിമീങ്ങള്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാ അങ്ങോട്ട് ചന്തി തിരിക്കണോലാരാ? ചന്തി തിരിച്ചിട്ട് മണ്ടണോലാരാ? അതെന്നെ മുജാഹിദ്, അതെന്നെ ജമാഅത്ത്. അതാ രാമൻകുട്ടിന്റെ സിദ്ധാന്തം. ഈ സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവും, അപ്പുറത്തെ സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവും ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നുള്ളത്. അതിനിപ്പോ എത്ര വലിയ കോലാഹലൊക്കെ ഉണ്ടാക്കണോന്നാ രാമൻകുട്ടിന്റെ തിയറി. ശരിയാണ്, ഒരു കോലാഹലം ആവശ്യമില്ല. സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവൂലേ ഏതാണ് ഹക്ക് എന്നുള്ളത്? അപ്പുറത്തെ സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവൂലേ ഏതാണ് ബാത്തിൽ എന്നുള്ളത്? അപ്പൊ എന്നതുപോലെ ഈ സ്വഹാബത്ത്, ഈ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ പോലെ അമ്പിയാക്കന്മാരെന്ന് പറയുമ്പോ, ഔലിയാക്കന്മാരെന്ന് പറയുമ്പോ, അതേപോലെ മഹാന്മാരെന്ന് പറയുമ്പോ, ശുഹദാക്കൾ എന്ന് പറയുമ്പോ ഓടിക്കൂടുന്നോലാരാ? റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക് എന്ന് പറയുമ്പോ ഓടിക്കൂടുന്നോലാരാ? റസൂലുള്ളാഹിന്റെ ജുബ്ബ മുക്കിയ വെള്ളം എന്ന് പറയുമ്പോൾ ഓടിക്കൂടിയതാരാ? സ്വഹാബത്ത്. റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക് മുക്കിയ വെള്ളം എന്ന് പറയുമ്പോൾ ഓടിക്കൂടിയതാരാ? ആ സ്വഹാബത്തിന്റെ പിൻഗാമികൾ. അവരെ സ്വീകരിക്കുന്നവർ, അവരെ പൊരുത്തപ്പെടുന്നവർ, അവരാണ് സുന്നികൾ. അവരാണ് മുസ്തഖീമായ മാർഗത്തിന്റെ ആളുകൾ. അവരാണ് ചൊവ്വായ മാർഗത്തിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആനില് ഈ ചൊവ്വായ മാർഗത്തിന്റെ 2ാമത്തെ അടയാളം പറഞ്ഞത് എന്താ അറിയോ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം. അല്ലാഹ് വെറുക്കാത്ത, അല്ലാഹ് വെറുക്കാത്ത, അല്ലാഹ് പൊരുത്തപ്പെട്ടവരുടെ മാർഗം. ആരാണ് അല്ലാഹ് വെറുക്കാത്ത, അല്ലാഹ് പൊരുത്തപ്പെട്ട കൂട്ടര്? അത് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം, നമുക്ക് സമയമില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഇപ്പൊ നമുക്ക് മുസ്ലിം ആകാൻ ഒരു പേടിയില്ല, ബാങ്ക് കൊടുക്കാൻ പേടില്ല. മൈക്ക് കെട്ടിയല്ലേ കൊടുക്കണത്, മൈക്ക വെച്ചല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയണത്. അന്ന് മൈക്ക പോയിട്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞാൽ കുത്തു കിട്ടും. ആ കാലാണ്. അവിടെയാണ് സുമയ്യ ബീവിനെ കുത്തിയിട്ട്, നാഭിയിലേക്കാണ്ട് കുത്തിയിട്ട് ആ പാര അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ആ പാറയിൽ പിടഞ്ഞാണ് സുമയ്യ ബീവി മരിച്ചത്. എന്താ കുറ്റം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു എന്നുള്ളതാ. അപ്പൊ അന്ന് ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് ഒരു പവർ തന്നെയാണ്. ആ പവർ എടുത്ത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് വസ്സാബിഖൂനൽ അവ്വലൂൻ. ആരാണവർ? മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, മദീനയിൽ അവരെ സ്വീകരിച്ച അൻസാറുകൾ, അവരെ പേരെടുത്ത് പറഞ്ഞിട്ട് ഖുർആൻ പറയാ റളിയല്ലാഹു അൻഹും വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അത് വേറുണ്ട്. എല്ലാം കൂടി പറഞ്ഞിട്ട് ഖുർആൻ പറയാ ഇതൊക്കെയാണ് സുന്നത്തെ ജമാഅത്ത്. ഇതാണ് സുന്നത്തെ ജമാഅത്ത്. മുഹാജിറുകൾ, അൻസാറുകൾ, താബിഉകൾ,
ആ താബിഈങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഖുർആൻ പറയാ റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളു അൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് അവരും പൊരുത്തത്തിലാണ്. അല്ലാഹുവിനെ അവരിഷ്ടപ്പെട്ടു, അല്ലാഹ് അവരെയും ഇഷ്ടപ്പെട്ടു. ആരെ? സ്വഹാബത്തിനെ, മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്ത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മുസ്തഖീമായ വഴിയിൽപ്പെട്ടതാണോ ചൊവ്വായ വഴിയിൽപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാനുള്ള രണ്ട് മാർഗങ്ങളിൽ ഒന്ന്, നമുക്ക് അമ്പിയാക്കന്മാരുടെ പിന്തുണുണ്ടോ റസൂലുള്ളാന്റെ പിന്തുണുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ എന്താ, നമ്മൾ ചെയ്യണ പണിക്ക് സ്വഹാബത്തിന്റെ പിന്തുണുണ്ടോ, നമ്മൾ ചെയ്യുന്ന പണിക്ക് സ്വഹാബത്തിന്റെ പിന്തുണയുണ്ടോ എന്ന് പരിശോധിക്കാം. അതങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഇപ്പൊ നമ്മള് ചെയ്യണ പണിയാണ് ഖുത്ബ. ഒരൊറ്റ ഉദാഹരണം പറയണുള്ളൂ. ഖുത്ബ അറബിയിൽ തന്നെ വേണമെന്ന് നമുക്ക് വലിയ വാശിയ. ഖുത്ബ അറബിയിൽ തന്നെ വേണം. നോക്കാം നിങ്ങള്, മലയാളികൾ കൂടുന്ന പള്ളിയാണ്, പക്ഷെ നമ്മൾ അവിടെ ഖുത്ബ അറബിയിലെ നിർവഹിക്കുള്ളൂ. എന്താ കാരണം? അത് സ്വഹാബത്തിന്റെ വഴി. അതാണ് സ്വഹാബത്ത് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ആ കേരളത്തിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ആ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സ്വഹാബത്ത് അന്ന് കേരളത്തിലെ ഭാഷയിൽ, കേരളത്തിന്റെ അന്നത്തെ ഒരു ഭാഷയിലെ ആൾക്കാർ സംസാരിച്ചിരുന്നേ, ആ ഭാഷയിലാണോ ഖുത്ബ ഓതിയത്? അല്ല, അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയത്. അറബി ഭാഷ. ഇന്നിപ്പോ ഈ പോരിന വൈക്കല്ലേ ധർമ്മടമുള്ളത്? സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയില്ലേ? കാസർഗോഡില്ലേ? ഇപ്പുറത്ത് പിന്നെ കൊടുങ്ങല്ലൂരിലില്ലേ? അവിടെ ഒക്കെ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയുണ്ട്. ആ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയിൽ ആദ്യമായി ഖുത്ബ നിർവഹിച്ചത് സ്വഹാബത്താണ്. ആ ഖുത്ബ അറബിയിലാണ്. അത് അന്നും അറബിയിലാണ്, ഇന്നും അറബിയിലാണ്. ഇന്നും അറബിയിലാണ് അവിടെ ഖുത്ബ നിർവഹിക്കുന്നത്. കാരണം എന്താ? സ്വഹാബത്ത് ഖുത്ബ അറബിയിലാണ് നിർവഹിച്ചത്. അത് കെ എം മൗലവി എന്ന് പറയുന്നുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്വഹാബത്ത് പോയിട്ടുണ്ട്. ഒറ്റ നാട്ടിലും ആ നാട്ടിലെ ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. ഖുത്ബ ഓതിയത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അപ്പൊ സ്വഹാബത്തിന് അല്ലാഹ് പൊരുത്തപ്പെട്ടതാ. റളിയല്ലാഹു അൻഹു അല്ലാഹ് പൊരുത്തപ്പെട്ടതാണ് സ്വഹാബത്തിന്. അപ്പൊ അതുകൊണ്ട് ഖുത്ബ അറബിയിലായിരിക്കണം. എന്താ തെളിവ്? സ്വഹാബത്ത് ഖുത്ബ അറബിയിലാ ഓതിയത്. അപ്പൊ അത് പറഞ്ഞു നമ്മൾ മുജാഹിദിനോട്. മുജാഹിദ് പറഞ്ഞ എന്താ അറിയോ? സ്വഹാബത്ത് എന്താ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെ എന്നല്ലാതെ, കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല. പിന്നെ കഴിഞ്ഞല്ലോ, സ്വഹാബത്തിനെ തള്ളി പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പൊ സ്വഹാബത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ ആ സ്വഹാബത്ത് വന്നിട്ട് ഇവിടെ ഖുത്ബ അറബിയിൽ നിർവഹിക്കാം. സ്വഹാബത്തിന് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, പെൺമക്കളുണ്ടായിരുന്നു, സ്വന്തം സഹോദരിമാരുണ്ടായിരുന്നു. ആരും പള്ളി കൊണ്ടുപോയിട്ടില്ല. ജുമാക്കും കൊണ്ടുപോയിട്ടില്ല, ജമാഅത്തിനും കൊണ്ടുപോയിട്ടില്ല. പള്ളിയിൽ എവിടെയും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ടില്ല. ഒരു സ്വഹാബിയും കാണിച്ചു തന്നിട്ടില്ല. നിങ്ങൾ പിന്നെ കൊടുങ്ങല്ലൂർ പള്ളി പോയി നോക്കി, അല്ലെങ്കിൽ കാസർഗോഡ് നോക്ക്, എവിടെങ്കിലും പെണ്ണുങ്ങൾക്ക് റാറുണ്ടോ? പെണ്ണുങ്ങൾക്ക് വേറുണ്ടോ? ഏതെങ്കിലും സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ നമ്മളെ ഈ പള്ളികളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ പള്ളി, നമ്മളെ കേരളത്തിൽ മൊത്തമുള്ള പള്ളി, ഈ പള്ളികളൊക്കെ ആരെ മക്കളാ? മക്കളും പേരക്കുട്ടികളായിട്ട് ആരുതാ? അത് സ്വഹാബത്ത് ഇവിടെ സ്ഥാപിച്ച പള്ളികളുടെ മക്കളാ. ആ പള്ളികളുടെ പേരമക്കളാ, അല്ലെങ്കിൽ ആ പള്ളികളുടെ പേരമക്കളാ, അല്ലേ? അങ്ങനെയാണല്ലോ കേരളത്തിൽ ആകെയുള്ള പള്ളികൾ. ഈ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയിൽ പെണ്ണുണ്ടോ? പെണ്ണിന് പ്രത്യേക റൂമുണ്ടോ? പെണ്ണിന് പ്രത്യേക അറുണ്ടോ? പെണ്ണിന് പ്രത്യേക വരാന്തണ്ടോ? ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് പോകാൻ പ്രത്യേക വഴി അങ്ങനെ ഉണ്ടോ? സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളി നോക്ക് നിങ്ങൾ. ആ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഹസനുൽ ബസരി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പള്ളി ഉണ്ടാക്കിയത്, പുറത്ത് പള്ളി ഉണ്ടാക്കിയത്. എവിടെയും പള്ളി അങ്ങനെയാണ്. സ്വഹാബത്ത് എന്താ അവിടെ ചെയ്തത്? അതാണ് അവിടെ ചെയ്യണത്. ഈ ഇപ്പൊ തറാവീഹ്ക്കാർ ഇനിയിപ്പോ റമദാൻ വരെയാണ്, റജബാണിത്. റജബ് മാസം വന്നു, അടുത്തത് ശഅബാൻ കഴിഞ്ഞാൽ റമദാനായി. മുസ്ലിമീങ്ങൾ വലിയ ആഹ്ലാദത്തോടെ ഒരുങ്ങാണ്. എന്തിനാ? നോമ്പ് ഓൽക്കാനും തറാവിക്കരിക്കാനൊക്കെ വലിയ ആവേശമാണ്. പറളിക്കരിക്കാത്തവരും തറാവിക്കരിക്കും, വലിയ ആവേശ. പറളിക്കരിക്കാതെ തറാവിക്കരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറള് കലാവ് കിട്ടണം, കലാവുള്ള ആൾക്കാരൊക്കെ കലാവ് കിട്ടണം. തറാവി അങ്ങനെ നിക്കരിച്ചോട്ടെ, തറാവി നിക്കരിക്കുമ്പോ പറള് നിക്കരിക്കാൻ തുടങ്ങിക്കോളും. അപ്പൊ ഈ തറാവി നിസ്കാരത്തിന് വേണ്ടി എല്ലാം വലിയ ആവേശമാണ്. മുജാഹിദുകള് നിങ്ങൾ നോക്ക്, മക്കത്ത് തറാവി എത്ര? അന്നും ഇന്നും എത്ര? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയല്ലോ.
പിന്നെ റസൂലുള്ള തറാവി നിസ്കരിച്ചു, പിന്നെ നിർബന്ധമാവുന്ന പേടിച്ചിട്ട് നിർത്തിയതാ. കാരണം 20 റക്അത്ത് തറാവിയാണ് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചാത്തവരൊക്കെ കൊടുങ്ങൂലേ. അപ്പൊ അതുകൊണ്ട് റസൂല പേടിച്ചിട്ട് അവിടെ നിർത്തി. ആ നിർത്തിയ പിന്നെ തറാവി പിന്നെ സ്വഹാബത്ത് ഇങ്ങനെ ഒറ്റ തെറ്റിയായിട്ട് നിസ്കരിച്ചു. ഉമർ തങ്ങളുടെ കാലത്ത് ഉമർ തങ്ങൾക്ക് തോന്നി ഇതിങ്ങനെ ഒറ്റ തെറ്റിയെ നിസ്കരിക്കണേലേറെ നല്ലത്. ഇനിയിപ്പോ ഏതായാലും നിർബന്ധമാണോ പോലല്ലോ, കാരണം വഹി ഇറങ്ങണ കാലം കഴിഞ്ഞില്ലേ, ഖുർആൻ ഇറങ്ങണ കാലം കഴിഞ്ഞില്ലേ, ഇനി നിർബന്ധമാവൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സുന്നത്തിന് എന്താക്കാം, ഒരു ജമാഅത്തായിട്ട് നടത്താം എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് ആരുടെയും വിമർശനമില്ലാതെ, ആരുടെയും എതിർപ്പില്ലാതെ സ്വഹാബത്തിന്റെ ഏകകണ്ഠമായ പ്രകാരം 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായിട്ട് നടപ്പാക്കി. എവിടെ? മക്കത്ത്, മദീനത്ത്, 2 സ്ഥലത്ത്. ഇന്നും മക്കത്തും മദീനത്തും 20ആണ്. ഇപ്പൊ അടുത്ത് ഭരണകൂടം എന്തോ ആൾക്കാർക്ക് ക്ഷീണമായിട്ട് 13 റക്അത്താക്കിയാണ്. അത് വേറൊരു കാര്യം, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ പറയണില്ല. ഏതായിരുന്നാലും അതായത് ദീന് പറഞ്ഞ ക്രിസ്തു മതം മാതിരിയല്ല. ദീന് എന്ന് പറഞ്ഞാലേ പുരോഹിതന്മാർ യോഗം കൂടി മാറ്റേണ്ടതല്ല. എന്ത് ദീന്? ഈ ആഴ്ച നമുക്ക് തോന്നുകയാണ് ക്ഷീണാണ്, എന്നാ ജുമാ 1 റക്അത്താക്കാം. അടുത്ത ആഴ്ച തോന്നുകയാണ് നമുക്ക് കുറച്ചും കൂടി ക്ഷീണാണ്, എന്നാ ഖുത്ബ 1 ഇത് പറയാനേ ഇത് പുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിന്റെ മതമല്ല. ക്രിസ്തു മതത്തിന് അങ്ങനെ ചെയ്യാം, ഇത് ഇസ്ലാമ് പറ്റൂല. ആ തോന്നിയാസാണ് അപ്പൊ അവിടെ ചെയ്തത്. അതിരിക്കട്ടെ. ഏതായിരുന്നാലും ഈ കാലം വരെയും ഈ 1400 കൊല്ലങ്ങളും മക്കത്ത് തറാവി എത്ര? 20. മദീനത്ത് തറാവി എത്ര? 20. എന്നാ നമ്മളെ മുജാഹിദ് പള്ളിയിൽ എത്ര തറാവി? 8. എവിടക്ക് തിരിഞ്ഞിട്ടാ നിക്കരിച്ച? എവിടക്ക് തിരിഞ്ഞിട്ടാ നിക്കരിക്കണ? 8. മക്കത്തെ പള്ളിക്ക്. മക്കത്തെ പള്ളിക്ക് തിരിഞ്ഞിട്ടാണ് 8 നിക്കരിക്കണത്. അവിടെ എത്ര? അവിടെ 20. 20 നിക്കരിക്കണം മക്കത്തെ പള്ളിക്ക് തിരിഞ്ഞിട്ട്. ബല 8. എന്നാ ബൽക്ക് ഇടവണ്ണക്ക് തിരിഞ്ഞൂടെ? ഇവർക്ക് ഇടവണ്ണക്കോ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ശാന്തപുരത്തൊക്കെ എവിടെ ബലുള്ള വെച്ചാൽ അവിടേക്ക് തിരിഞ്ഞൂടെ? മക്കത്ത് 20 ഉള്ളത്. ആ 20ക്ക് തിരിഞ്ഞിട്ട് ഇവർ 8 കരിക്കും. എന്തിനാ? ഇത് കളിയാക്കാനാ? ദീനെ കളിയാക്കാനാ? അപ്പൊ ഈ 20 ആര് കരിച്ചതാ? അത് ഉമർ തങ്ങൾ കരിച്ചതാണ്, സ്വഹാബത്ത് കരിച്ചതാണ്. സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. അല്ല പൊരുത്തപ്പെട്ടവരുടെ മാർഗമാണ് ചൊവ്വായ മാർഗം. ആ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണമേ എന്നാണ് ഒരു ദിവസം കുറഞ്ഞത് 17 തവണ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? തറാവീഹ് 20 നിസ്കരിക്കുന്നവരുടെ മാർഗത്തിലേക്ക്, ഖുത്ബ അറബിയിൽ നിർവഹിക്കുന്നവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണമേ എന്നല്ലേ അതിന്റെ അർത്ഥം. കാരണം സ്വഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്. സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും എന്നാണ്. അല്ല പൊരുത്തപ്പെട്ടവരെന്ന. അല്ല പൊരുത്തപ്പെട്ടുള്ള കാര്യം എന്താ? അല്ല പൊരുത്തപ്പെട്ട സ്വർഗത്തിലെത്തും. അല്ല പൊരുത്തപ്പെട്ട പിന്നെ സ്വർഗത്തിലല്ലേ. അപ്പൊ അല്ല പൊരുത്തപ്പെട്ടവരുടെ പണിയാണ് എന്ത്? ഷഅർ മുബാറക്കനെ ബഹുമാനിക്കുക, അള്ളാന്റെ റസൂലിന്റെ അസാധാരണത്വം അംഗീകരിക്കുക എന്നത്, ഖുത്ബ അറബിയിൽ നിർവഹിക്കുക എന്നത്, അതുപോലെ സ്ത്രീകൾ ജമാഅത്തിനും പള്ളിയിൽ വരാതിരിക്കുക എന്നത്, തറാവീഹ് 20 നിസ്കരിക്കുക എന്നുള്ളത്, ഇതൊക്കെ അല്ല ബഹുമാനിച്ചവരുടെ, അല്ല പൊരുത്തപ്പെട്ടവരുടെ വഴിയാണ്. ആ പൊരുത്തപ്പെട്ടവരുടെ വഴിയിൽ ഞങ്ങളെയും ചേർത്തിത്തരണമെന്നാണ് മുസ്ലിമീങ്ങളായ നാം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇതിലുണ്ട് സുന്നത്തിയമായത്. ഈ 3 ആയത്തിൽ സുന്നത്തിയമായത്തുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ചേർത്തി തരണമേ. ഏതാണ് ചൊവ്വായ വഴി? അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് നീ അനുഗ്രഹിച്ചവർ? അത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കളാണ്. അവരുടെ മാർഗത്തിൽ ഞങ്ങളെയും ചേർത്തി തരണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ പൊരുത്തപ്പെട്ടവരുടെ വഴിയിൽ ചേർത്തി തരണമേ. ആരാണ് പൊരുത്തപ്പെട്ടവർ? അത് സ്വഹാബത്താണ്. മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്താണ്. അവരുടെ വഴിയിൽ ഞങ്ങളെ ചേർത്തി തരണമേ. ഈ 2 വഴിയും വിട്ടവരാണ് ബിദ്അത്തുകാർ. സ്വഹാബത്തിന്റെ വഴിയും വിട്ടു, അമ്പിയാക്കന്മാരുടെ വഴി വിട്ടു, ശുഹദാക്കന്മാരുടെ വഴി വിട്ടു, ഔലിയാക്കളുടെ വഴി വിട്ടു, അതേപോലെ സ്വഹാബത്തിന്റെ വഴിയും വിട്ടു. ഈ വഴികളെല്ലാം ഉപേക്ഷിച്ചവരാണ് പുത്തൻവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, അതൊക്കെ അതിൽപ്പെട്ടതാ. ആ മാർഗങ്ങളെയൊക്കെ സ്വീകരിച്ചവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇത് പഠിപ്പിക്കണം, നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കണം, നമ്മുടെ മുതഅല്ലിമീങ്ങൾ അത് പഠിക്കണം, നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങളും പരിപാടികളും ഒക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിന്റെ, ചൊവ്വായ മാർഗത്തിന്റെ
ആകത്തുക. ഇനി അത് വിശദീകരിച്ചാൽ ഒരുപാട് ഞാൻ പറയേണ്ടി വരും. അപ്പോഴേക്ക് നമുക്ക് സമയം വളരെ അതിക്രമിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് വിശദമായ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കളും അതേപോലെ ആലിമീങ്ങളും ഒക്കെ ഈ സ്റ്റേജിലുണ്ട്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.